രാജേഷേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം. രാജേഷേട്ടനെ നമ്മുടെ ഇവിടെ വരുന്ന എല്ലാവരും പരിചയമുള്ള ഒരു സഹപ്രവർത്തകനും തന്നെയാണ്. രാജേഷേട്ടൻ കുറച്ചുകൂടെ, കാരണം ഞങ്ങൾ ഒന്നിച്ച ഒരു ട്രൂപ്പിൽ ഏകദേശം 3-4 വർഷം ഒന്നിച്ച് പരിപാടി ചെയ്തിട്ടുണ്ട്. 4 വർഷം എൻ്റെ തുടക്കകാലമാണ്. അന്ന് രാജേഷേട്ടൻ ഏത് വർഷമാണ് ഫീൽഡിലെത്തി പരിപാടി തുടങ്ങിയത്, പ്രൊഫഷണൽ മിമിക്രി തുടങ്ങിയത്? ഞാൻ അതിനു മുമ്പും ഫീൽഡിൽ ഉണ്ടായെങ്കിലും പ്രൊഫഷണലൊക്കെ ആയിട്ട് നമ്മള് ഏതാണ്ട് ആ കാലഘട്ടത്തില. അതിന് മുമ്പ് അവിടെ പറവൂര് പാട്ട കേന്ദ്രീകരിച്ചുള്ള നടപ്പൊക്കെ ആയിരുന്നു. അതെ, കാരണം രാജേഷേട്ടൻ വന്നിട്ട് ഒരു ട്രൂപ്പിൽ ഞങ്ങൾ കളിക്കുന്നു. അങ്ങനെ സലീമേട്ടന്റെ ട്രൂപ്പിന്റെ മാനേജർ ഞാനായി. ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ, പണ്ടിരിക്കും പറഞ്ഞിട്ടുണ്ട്, രാത്രി ഷോ കഴിഞ്ഞപ്പം അന്ന് കാലത്ത് 18,000 രൂപ 10ന്റെ നോട്ടായിട്ട് കൊണ്ടു തന്നു. രാത്രി 3 മണിക്ക് എണ്ണണം. നോട്ടുകൾ ഒട്ടിപ്പിടിച്ചിരിക്കുക. പിരിവെടുത്ത് അമ്പല കമ്മിറ്റി പിരിച്ചു തന്ന പൈസ എണ്ണീട്ടും തീരുന്നില്ല. അങ്ങനെ പൈസ കണക്കൊക്കെ തെറ്റി എന്റെ മാനേജർ സ്ഥാനം മാറ്റിയിട്ട് സലീം കുമാർ ഏട്ടന്റെ ട്രൂപ്പിന്റെ മാനേജറാക്കി നേരെ നിയോഗിച്ച ആളാണ് രാജേഷ് ഏട്ടൻ എന്ന് പറയുന്നത്. വളരെ സിൻസിയർ ആയിട്ടുള്ള മാനേജറായിരുന്നു. ട്രൂപ്പില് കുറേ വേഷങ്ങൾ, നമ്മൾ നല്ല നല്ല കുറേ വേഷങ്ങൾ ട്രൂപ്പിൽ ചെയ്തിട്ടുള്ള ഒരു കലാകാരനാണ് രാജേഷ് ഏട്ടൻ. ഇപ്പം ഒരുപാട് സിനിമകളിൽ നിങ്ങളൊന്നും ചെയ്തിട്ടില്ലേ? ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഞാനിതുവരെ ഈ സ്കിറ്റ് ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് ഈ സൗണ്ട് ഇട്ടിട്ട് ലിപ്പ് കൊടുക്കുന്ന പരിപാടി ചെയ്തിട്ടേ ഇല്ല. ഇദ്ദേഹത്തിൻ്റെ രചനയിലാണ് ഞാൻ ആദ്യമായിട്ടൊരു ചാനൽ ഷോയ്ക്ക് ഞാൻ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തു, ഒരു അല്ലേ, ഒരു സംവിധായകനായിട്ട് തന്നെ. അതുപോലെ തന്നെ ഞങ്ങളൊപ്പം ഇട്ടിമാണിയിൽ അഭിനയിച്ചു. ഇദ്ദേഹം ഒരു ബ്രോക്കറായിട്ടും ഞാൻ ആ പെൺകുട്ടിയുടെ അമ്മാവനായിട്ടും ഇട്ടിമാണിയിൽ അഭിനയിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാ മേഖലയിലും ഇപ്പം ഒരുപാട് മിമിക്രി കലാകാരന്മാരുടെ ബന്ധമുള്ള ഒരാളാണ് ഞാൻ. എല്ലാവർക്കും നിങ്ങളെക്കുറിച്ച് നല്ല മതിപ്പാണ്. അതൊരു വലിയ കാര്യമാണ്. കാരണം ആളുകൾ നമ്മളെക്കുറിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ സഹജീവികൾ നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നതാണ് ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്പത്ത്. അതിൻ്റെ എല്ലാവിധ പ്ലസും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്, ഇനി ഒരുപാടുണ്ടാവും. താങ്ക് യു. രാജേഷേട്ടൻ അത് കഴിഞ്ഞിട്ട് ആ സമയങ്ങളിൽ എനിക്ക് തോന്നുന്നു ഇവര് ഞങ്ങളുടെ ട്രൂപ്പിൽ നിന്ന് 1 വർഷം മാറിയിട്ട് വേറെ രസിക എന്നെങ്ങാണ്ട് പറയുന്ന കൊച്ചിൻ ഷായിച്ചന്റെ രസിക ട്രൂപ്പിൽ പോയി. അവിടെ രാജേഷേട്ടനാണോ ജനലിംഗ് മാല ഊരി വെച്ച് കിടന്നുറങ്ങിയിട്ട് ഏതോ കള്ള നിങ്ങളുടെ മാല എടുത്തുകൊണ്ട് പോയത്? മാല മാത്രമല്ല, അന്ന് 5 ദിവസം ക്യാമ്പ് പ്രോഗ്രാം ആയിരുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് എല്ലാവരും അന്നത്തോടെ ഷോ കഴിഞ്ഞു. അപ്പൊ 5 ദിവസത്തെ പൈസയും ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 5-6 പേര് കിടപ്പുണ്ടായിരുന്നു. റൂമിൽ വന്ന് കിടന്നിട്ട് വെളുപ്പിന്, അന്ന് വണ്ടിയൊന്നുമില്ല, വെളുപ്പിനുള്ള ബസ്സിന് പോകാൻ വേണ്ടിയിട്ട് അതിന്റെ ഓഫീസിൽ കിടന്നുറങ്ങിയതാ. ഒരു കള്ളൻ ഇതൊക്കെ വാച്ച് ചെയ്ത് ഇപ്പുണ്ടായിരുന്നു. പുള്ളി ജനലൊക്കെ കൂടെ എല്ലാവരുടെയും ബാഗും ഷർട്ടും ഇതൊക്കെ പൈസയൊക്കെ എടുത്തിട്ട് ലാസ്റ്റ് എൻ്റെ കഴുത്തിൽ മാലയിൽ പിടിച്ച് പൊട്ടിട്ട് അപ്പോഴാ അറിയുന്നത് എല്ലാം പോയി. സർവ്വ സാധനങ്ങളും പോയിട്ട് പിറ്റേ, അതായത് ഭയങ്കര ആഭരണ വിഭൂഷിതരായിട്ട് പോയിട്ട് പിന്നെ അടുത്ത വർഷം വീണ്ടും ട്രൂപ്പിൽ വന്നേക്കാം. ഇത്തവണ അന്ന് ഞങ്ങൾക്ക് ഇതൊക്കെ വലിയ വിഷമം ഉണ്ടാക്കിയ സംഭവങ്ങളാണ്. അത് ഒരുപാട് ഉറക്കം നിന്നുണ്ടാക്കിയ പൈസയൊക്കെയാണല്ലോ വളരെ എളുപ്പത്തിൽ കൊണ്ടുപോയിട്ടുള്ളത്. ഞാനിങ്ങനെ ആലോചിക്കുക, ഞാൻ ഇവരിങ്ങനെ രാജേഷേട്ടനൊക്കെ എത്തിച്ച മലയാള സിനിമയുടെ കൂടെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരുന്നതാണ് 4 വർഷം. ഓ വസൂത വന്നു പോവാന്. പിഷാരടി സ്റ്റാലിൻസിൽ, അതായത് സലികുമാർ ഏട്ടന്റെ ട്രൂപ്പിൽ കളിച്ചിരുന്നപ്പോ അന്ന് ആകെ ചെയ്യുന്നത് ഒരു സ്റ്റാറാണ് ജനാർദ്ദനൻ ചേട്ടൻ, ഫസ്റ്റ് തുടക്കത്തില്. അപ്പൊ ഈ ജനാർദ്ദനൻ ചേട്ടൻ ഇവനാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു ദിവസം എൻ്റെ കൂടെ ഒരു കൂട്ടുകാരൻ വന്നു. ഇവൻ എന്നോട് ചോദിച്ചു, ആരാ ചേട്ടാ ഇത്? അപ്പൊ ഞാൻ പറഞ്ഞു, പുതിയ ആളാടാ, സ്റ്റാർ ചെയ്യാൻ വന്നേക്കനാണ്. അപ്പൊ ചോദിച്ചു, ഏത് സ്റ്റാർ? ഞാൻ പറഞ്ഞു, ജനാർദ്ദനൻ എന്ന് പറഞ്ഞതോട് ഇവന്റെ കയ്യിൽ നിന്ന് പോയി. ഇവനാകെ ചെയ്യുന്ന ഒരു സാധനമാണ്. ഒരുപാട് കഴിവുള്ള ആളാണ്. എന്നാ ജോസ് പ്രകാശ് ജോസ് പ്രകാശ് എല്ലാവരും പറയുന്നത്, ഇമിറ്റേറ്റ് ചെയ്യുന്നത് ഈ മുതലക്കുളവും അതൊക്കെ ആയിട്ട് വില്ലനായിട്ടുള്ള സാധനങ്ങളാണ്. ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് പുള്ളി ഒരു പള്ളിയിലച്ചനായിട്ട് കോട്ടയം കുഞ്ഞച്ചനില് ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. അത് ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. പണ്ട് പറഞ്ഞേക്കണാണ്. ഞാൻ ആലപ്പുഴയിലെങ്ങ് ഒരു മതപ്രസംഗവും കഴിഞ്ഞു വരുന്ന വഴി കോട്ടയത്തിൻ്റെ അഴുക്ക് ചെല്ലെങ്ങ് ഒരു ജോലി കുഞ്ഞിൻ്റെ കഴുത്തിൽ കെട്ടു. ഞാനിവനെ എടുത്തു, വളർത്തി, നന്നായി പഠിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഞാനവനെ കാണുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ്. അന്നവൻ കോട്ടയത്തിൻ്റെ ഒരു അറിയപ്പെടുന്ന റൗഡിയായി കഴിഞ്ഞിരുന്നു. നാട്ടുകാർ അവനൊരു പേരും കൊടുത്തു, കോട്ടയം കുഞ്ഞച്ചൻ നിന്ന്. ബൈ ആരാടേ കുഞ്ഞച്ചൻ? ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. ബസൂദേ വന്നിരിക്കണു നിന്റെ മോൻ. ഹൈ, എവിടെയായിരുന്നു ശ്രീധരാ നീ? 1-2 ചവിട്ട്, പിന്നെ എനിക്ക് അങ്ങോട്ടൊന്നും ഓർമ്മയില്ല. ഹേ, എന്താ അവിടെ ഒരു പുകില്? പൂരല്ലേ പൂരം, കലികാല വൈഭവം, അല്ല എന്ത് പറയാനാ. ഒരുപാട് കാലമായി. അയ്യോ, ഒരു ഉത്സവപ്പറമ്പിൽ ഞങ്ങൾ പരിപാടിക്ക് പോയി. അപ്പോൾ പരിപാടിക്ക് വന്നപ്പോൾ ഞങ്ങളെല്ലാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം സ്റ്റേജും കർട്ടൻ കെട്ടാനൊക്കെ പോയപ്പോൾ അബ്ദുൽ ഖാദർ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോഴത്തേക്ക് ഒരുപാട് നാട്ടുകാർ ഭക്ഷണം കയറി കഴിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കമ്മിറ്റിക്കാർ ഇതിന് കൂപ്പൺ വെച്ചു. കൂപ്പൺ ഉള്ളവർക്ക് ഊണുള്ളൂ എന്ന് പറഞ്ഞു.
അബ്ദുൽ ഖാദർ എന്ന് കയറിയപ്പോൾ തന്നെ ഒരാൾ തടഞ്ഞിട്ട് കൂപ്പൺ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇയാൾ ഇല്ലെന്ന് പറഞ്ഞു. താൻ ഏതാന്ന് ചോദിച്ചു. ഞാൻ പരിപാടിക്ക് വന്നതെന്ന് പറഞ്ഞു. ഇയാൾ പറഞ്ഞു പരിപാടിക്ക് വന്നവരൊക്കെ കഴിച്ചിട്ട് പോയി, താനങ്ങ് മാറി നിൽക്കുമെന്ന് പറഞ്ഞ് തള്ളിയപ്പോൾ ഈ തള്ളിന് ഇച്ചിരി ബലം കൂടിയിട്ട് അബ്ദുൽ ഖാദർ പുറകോട്ട് വീണുപോയി. അറിയാതെ ഒരു സ്റ്റെപ്പായിരുന്നു അവിടെ. എണീറ്റ് അബ്ദുൽ ഖാദർ അയാൾക്കിട്ട് ഒറ്റ അടി വെച്ച് കൊടുത്ത്. അടി കൊണ്ടത് ഉത്സവ കമ്മിറ്റിയുടെ സെക്രട്ടറിക്ക് ഇട്ട. നല്ലൊരു അമ്പലത്തിന്റെ സെക്രട്ടറിയെ തല്ലിയത് അബ്ദുൽ ഖാദർ. അബ്ദുൽ ഖാദർ എന്തിനാ ഇവിടെ വന്ന് തല്ലിയെന്നും ചോദിച്ച് വഴക്കുണ്ടാവുന്നു. കുട്ടനെ തന്നെ ഞാൻ സ്റ്റേജിന്റെ ബാക്കിക്ക് പൊരുത്തം വന്നു പറഞ്ഞാൽ അബ്ദുൽ ഖാദറിനെ അവിടെ കമ്മിറ്റിക്കാരായിട്ട് തല്ലുണ്ടോ എന്ന് പറഞ്ഞു. ഞാൻ ഓടി ചെന്നപ്പോൾ എനിക്കിട്ടും കിട്ടി 2-3 നല്ല ഇടി. ഞങ്ങളെയൊക്കെ പിടിച്ചിട്ട് 2-3 പേരെ ഇടിച്ചിട്ട് ഉത്സവ കമ്മിറ്റിയുടെ മോളിൽ ഒരു ബിൽഡിങ്ങിന്റെ 2ാം നിലയിൽ ഞങ്ങളെ പൂട്ടിയിട്ട് കുറച്ചു നേരം. എന്നിട്ട് പോലീസ് ജീപ്പ് വന്നിട്ട് സ്ട്രോയ്ക്ക് വന്ന ഒരു ആർട്ടിസ്റ്റിനെ ഉത്സവ പറമ്പിൽ കൂടെ പോലീസ് ജീപ്പിൽ കയറ്റി സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി. ഇനി ആ പറമ്പിൽ ഞങ്ങൾ പരിപാടി കൊടുക്കണം. അപ്പൊ ഞാൻ ചെന്ന് പോലീസുകാരോട് പറഞ്ഞു, ഞങ്ങളുടെ മെയിൻ ആർട്ടിസ്റ്റാണ്, എങ്ങനെയെങ്കിലും വിട്ടു തരണം, അവനില്ലെങ്കിൽ ഷോ നടക്കില്ലെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പോലീസ് പറഞ്ഞോടോ താൻ എന്താ പറഞ്ഞത്, ഇവനെ കൊണ്ട് ഇനി പരിപാടി നടത്താൻ പറ്റുമോ ആ നാട്ടില്, നിങ്ങൾ അവൻ ഇല്ലാണ്ട് പരിപാടി കളിക്കാൻ നോക്ക്. എന്നിട്ട് ഞാനാണെങ്കിൽ പരിചയപ്പെടുത്തുന്നതിനകത്ത് നിന്നൊക്കെ അബ്ദുൽ ഖാദറിന്റെ വീഡിയോ ഒക്കെ മാറ്റാൻ പറഞ്ഞു. കാരണം അയാളെ കാണിച്ച കൂവും ഈ പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ആകെ ഈ ഒരു മമ്മൂട്ടിയെ പുള്ളി ചെയ്യുന്നുള്ളൂ. ഞാൻ ഈ ട്രൂപ്പിലുള്ള എല്ലാവരോടും ചോദിച്ചു, നിങ്ങൾ ആരെങ്കിലും ആ മമ്മൂട്ടി ചെയ്യുമോ എന്ന് ചോദിച്ചപ്പം എല്ലാവരും കൈവച്ച് ഒഴിഞ്ഞ് ആ മമ്മൂട്ടിയുടെ വേഷം ഞാൻ ഏറ്റെടുത്ത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷനാ വടക്കം വീരകഥയിലെ മമ്മൂട്ടി ഞാൻ. പക്ഷേ 2.5 മണിക്കൂർ പരിപാടി കഴിഞ്ഞപ്പം ഈ പരിപാടിയൊക്കെ എന്തേലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മളെ ആൾക്കാർ ഇടിക്കും എന്നൊക്കെ പരിപാടിക്ക് ഒരു സംശയമില്ല. ഗ്യാരണ്ടി പ്രോഗ്രാമാണ്. പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ഞങ്ങളോടൊരു ഇഷ്ടമായി. ആയുധങ്ങളൊക്കെ പാവങ്ങളല്ലേ പൊക്കോട്ടെ എന്നുള്ള അവസ്ഥ വരെയായി. അന്നേരം ഒരാൾ ചോദിക്കുക, ഷോ തുടങ്ങുന്നതിന് മുമ്പ് മറ്റേ ആളെ മെയിൻ എന്ന് പറഞ്ഞിട്ട് അയാൾ ഇല്ലാഞ്ഞിട്ട് ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ, സത്യത്തിൽ അവനെ തല്ലിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണോ എന്ന് ചോദിച്ച് പിന്നെയും പ്രശ്നമായി. അങ്ങനെ 3 മണി വരെ പോലീസ് സ്റ്റേഷനിൽ ഇരുന്ന് അബ്ദുൽ ഖാദറിനെ ഇറക്കിയിട്ടാണ് ഞങ്ങൾ പോയത്. അതൊക്കെ വലിയ ഓർമ്മകൾ ആ സമയത്ത്.